ഇതിലേക്ക് മുഖ്യമന്ത്രിയെ ഉപയോഗിച്ച് PR ഏജൻസിക്ക് പിന്നിൽ ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വോട്ട് ബാങ്കിനെ ഭയന്നാണ് മുഖ്യമന്ത്രി നിലപാട് തിരുത്തിയത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സുരേന്ദ്രൻ അറിയിച്ചു. ആരാണ് ഇങ്ങനെയുള്ള PR പ്രവർത്തനം മുഖ്യമന്ത്രിക്ക് വേണ്ടി? ഇത് ഒഫീഷ്യലായിട്ടുള്ള ഏജൻസികളാണോ, പാർട്ടി ഏൽപ്പിച്ച ഏജൻസികളാണോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്വയം ഇത് ഏൽപ്പിച്ച ഏജൻസികളാണോ? ഈ PR കമ്പനികൾക്കുള്ള പണം ആരാണ് കൊടുക്കുന്നത്? സർക്കാർ ഖജനാവിൽ നിന്നാണോ? സർക്കാർ ഖജനാവിൽ നിന്ന് എങ്ങനെയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ കഴിയുന്നത്? മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ PR ഏജൻസികളെ നിശ്ചയിച്ചാൽ അതിന് ആരാണ് പണം കൊടുക്കുന്നത്? ഇത് ജനങ്ങളുടെ നികുതി പണമാണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. PR വിജയനായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ PR ഈ കേരളത്തിലെ 4 കോടി ജനങ്ങളിൽ ഒരാൾ പോലും അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വിശ്വസിക്കില്ല. കാരണം ഇതുപോലെ കാപട്യക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല.